കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നാണെന്ന് ഹദീസിലുണ്ട്. ഹദീസിലുണ്ട്. ഓക്കെ, ഹദീസിലുണ്ട് കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം? ഹദീസിലുണ്ടല്ലോ, അത് മതിയല്ലോ അല്ലെ? പോരാ. കല്യാണം കഴിഞ്ഞെന്ന് എവിടെയാ തെളിവ് എന്ന് ആരിഫ് ചോദിക്കിന് ആരിഫിന് മറുപടി പറയാം. ആരിഫിന് മറുപടി പറഞ്ഞു. 5-2, 5-6, 5-2, 5-4 ഒക്കെ നമ്മൾ മറുപടി പറഞ്ഞു. പക്ഷെ പോരല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളെ ഹദീസ് ഉണ്ട് എന്നുള്ളതിന് നമ്മൾ തെളിവ് കൊടുത്തു. അതാണ് ഈ ആക്കത്തിന് കൊടുത്തത്, വേറെ ഒന്നുമില്ല. എവിടെയാ തെളിവ് എന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുക. അല്ലാതെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ കലാപരിപാടിയെ ന്യായീകരിക്കാൻ കഴിയുമോ? ഇല്ല. അത് ശരി, ഹദീസ് ഉണ്ട്, കല്യാണം കഴിച്ചു എന്നുള്ള ഹദീസ് ഉണ്ട്, തെളിവുണ്ട്. പക്ഷെ പറ്റൂല. പിന്നെന്താ? അത് ഇസ്ലാമിക രീതിയിലുള്ള വിവാഹമാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയുമോ? ഇല്ല. അത് വിവാഹമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? ഇല്ല. വിവാഹമാണെന്ന് സ്ഥാപിക്കാൻ പറ്റും. അപ്പൊ വിവാഹമാണെന്ന് ഹദീസ് ഉണ്ട്, പക്ഷെ വിവാഹമാണെന്ന് സ്ഥാപിക്കാൻ പറ്റൂല. അത് ശരി, അത് വല്ലാത്തൊരു കാര്യമാണല്ലോ. ഇത് പുതിയ പേഴ്സ്പെക്റ്റീവ് ആണോ? ബാക്കി കേട്ടെ. അത് വിവാഹമാണോ? അല്ല. അത് ശരി, വിവാഹമല്ല. അപ്പൊ വിവാഹമാണെന്ന് ഹദീസ് ഉണ്ട്, വിവാഹമാണോ? അല്ല. അത് ശരി. ഇനി സംശയം ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഞാൻ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. ഹദീസിലുണ്ട്. ഹദീസിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നം? അപ്പൊ തെളിവുണ്ട്, ഹദീസിലുണ്ട്, ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെന്താ പ്രശ്നം? എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. ഹദീസിലുള്ളതൊക്കെ ശരിയാവുമോ? അത് ശരി. അപ്പോ ഹദീസിലുണ്ട്, ഹദീസിൽ ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഹദീസിലുള്ളതൊക്കെ ശരിയാ. പ്രിയപ്പെട്ട സുഹൃത്തെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ തെളിവായി നമ്മൾ ഹദീസ് കൊണ്ടുവന്നു. അപ്പോ നിങ്ങളാണ് പറഞ്ഞത് ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം ഇങ്ങനെയാണ്, ഹദീസുകൾ പ്രകാരം മുഹമ്മദ് നബി ഏതോ ഒരു പെണ്ണിനെ സമീപിച്ചു. അപ്പൊ അവിടെയാണ് നമ്മൾ പറഞ്ഞത് ആ ഹദീസുകളിൽ തന്നെ എന്തുണ്ട്? കല്യാണം കഴിച്ചു എന്നുണ്ട്. അപ്പോ ഇദ്ദേഹം പറയുന്നത് ഹദീസ് ഉണ്ട്, പക്ഷെ അത് വിവാഹമല്ല. ഹദീസിൽ എന്താ ഉള്ളത്? വിവാഹം കഴിച്ചു എന്നുള്ളത്. പക്ഷെ അത് വിവാഹമല്ല. ആരാ പറയും? അപ്പൊ വിവാഹമാണ്, അല്ലെങ്കിൽ ആ ഹദീസ് തെളിയിക്കണം, അല്ലെങ്കിൽ ഹദീസ് സ്വീകരിക്കണം. ആരുടെ പിന്നെ ഇത് വേണം? ആരുടെ പിന്നെ അനുവാദം വേണം? ഈ ചങ്ങാതിയുടെ അനുവാദം വേണം. നിങ്ങൾ ആരാ? ഈ ഹദീസ് സ്വീകരിക്കണോ, ഈ ഹദീസ് സ്വീകരിക്കണോ തീരുമാനിക്കാൻ നിങ്ങൾ ആരാ? പറയാ ഷെയ്ഖ് അൽബാനി എങ്ങാനുമാണോ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഉസൂലുൽ ഹദീസ് പഠിച്ച പണ്ഡിതന്മാരെ നമ്മൾ അവലംബിക്കാറുണ്ട് ഒരു ഹദീസിന്റെ സുഹത്ത് മനസ്സിലാക്കാൻ. അതിൽ വല്ല ഇല്ലത്തുകളും, അതിന്റെ സനദിൽ വല്ല ഇല്ലത്തുകളും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ പിന്നെ ഹദീസ് ഉസൂലുൽ ഹദീസ് പഠിച്ച പണ്ഡിതന്മാരെ അവലംബിക്കാറുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന് ഹദീസ് ഉണ്ട്, പക്ഷെ വിവാഹം കഴിച്ചു ഹദീസ് ഉണ്ട്, പക്ഷെ വിവാഹമല്ല. ഇയാൾ ആരും ഇത് പറയാ? ഇയാളോട് ആരോട് ചോദിച്ചോ? ഇയാളുടെ അഭിപ്രായം ആരെടുക്കുന്നു? ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഇവിടെയുള്ള കീറ തുണിയുടെ വില പോലും ഞങ്ങൾ ആരും കൊടുക്കുന്നില്ല. ഞങ്ങൾ പറയും ഹദീസ് ഉണ്ട്, ഹദീസ് ഞങ്ങൾ കാണിച്ചു. ഇനി ഹദീസ് ഉണ്ട് എന്ന് നിങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞങ്ങൾ കാണിച്ചത്. അതല്ലാതെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇനി ഹദീസ് ഉണ്ടെങ്കിലും ഇനി വിവാഹമല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഞങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടിരിക്കുകയാണ്, മൂപ്പര് ഹദീസ് ഉണ്ടെങ്കിലും വിവാഹമാണെന്ന് സമ്മതിച്ചില്ലല്ലോ, മൂപ്പരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആകെ ഭയങ്കര ഡെസ്പാണ്, ഞങ്ങളൊക്കെ ഡിപ്രഷനില്ല. എന്താ? ഈ ചങ്ങാതി അത് വിവാഹമാണെന്ന് സമ്മതിച്ചിട്ടില്ല. വല്ലാത്തൊരു കഷ്ടമായി പോയി. ഹദീസൊക്കെ ഉണ്ട്, പക്ഷെ വിവാഹമാണെന്ന് ഇദ്ദേഹം സമ്മതിച്ചു. ഇദ്ദേഹം സമ്മതിച്ചിട്ട് വേണമല്ലോ ഇപ്പൊ വിവാഹം. ഇദ്ദേഹം സമ്മതിച്ചിട്ട് വേണം ഇത് വിവാഹമാകാൻ. പോയി പണി നോക്കുക എന്നല്ലാതെ വേറെ എന്ത് പറയാനാണ്? ഇദ്ദേഹം എന്ത് ചെയ്തു? അങ്ങനെ വിവാഹം അല്ല, ഇദ്ദേഹത്തിന്റെ വാദം സ്ഥാപിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു കിതാബൊക്കെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ആ കിതാബൊക്കെ എന്താ? തബക്കാത്ത്, നമ്മളൊക്കെ നേരത്തെ തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു പിന്നെ ചരിത്ര ഗ്രന്ഥം കൂടിയാണ്. അപ്പൊ തബക്കാത്ത് ഉദ്ധരിക്കുകയാണ്. തബക്കാത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇത് വിവാഹമല്ല എന്നുള്ള ആ വാദത്തെ സ്ഥാപിക്കാൻ വേണ്ടി തബക്കാത്ത് ഉദ്ധരിക്കുകയാണ്. ആ ഉദ്ധരിക്കുന്നതിന്റെ തുടക്കം നിങ്ങൾ കൃത്യമായിട്ട് കാണണം. അതിന്റെ സ്ക്രീൻ അടക്കം വലുതായിട്ട് നിങ്ങൾ കാണണം. ആ ഭാഗത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പറയുന്നത് മുഹമ്മദ് നബി കല്യാണം കഴിച്ചു, പക്ഷെ കൺസ്യൂമേറ്റ് ചെയ്തില്ല. നേരത്തെ പിന്നെ ആ ഒരു പിന്നെ വാചകം കിട്ടുന്നത് വിവാഹമല്ല. അതിനൊക്കെ തെളിവായിട്ട് വലിയ കിതാബൊക്കെ കൊണ്ടുവരാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ഇവിടെ കുറെ നീലയും പച്ചൊക്കെ വരച്ചു വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട് സാധാരണ അത്തഹിയാത്തിൽ വുദു മുറിഞ്ഞു പോവാന്നൊക്കെ പറയാറുണ്ട്. ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം വുദു മുറിഞ്ഞു പോവാന്നൊക്കെ പറയും. ഇത് അത്തഹിയാത്തിൽ, ഇത് തക്ബീറുൽ ഇഹ്റാമിൽ തന്നെ വുദു മുറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഇത് വിവാഹം അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വാദം തെളിയിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒന്നാമത്തെ തെളിവ് എന്ന് വെച്ചാൽ ആ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഹദീസുകളൊക്കെ വായിച്ചിട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പിന്നെ എന്ത് ചെയ്തു? ചരിത്ര ഗ്രന്ഥത്തിലേക്ക് പോയി നിങ്ങളൊന്ന് പിന്നെ ശരിക്കും വായിച്ചു നോക്കണേ. ആ ചാപ്റ്ററിന്റെ പേര് വായിച്ചു നോക്കുക. ദ പ്രൊഫറ്റ് മാരീഡ് വിതൗട്ട് കൺസമേഷൻ, ദ മാരേജ്. മനസ്സിലായോ? വിതൗട്ട് കൺസമേറ്റിംഗ് ദ മാരേജ് എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു, പക്ഷെ പിന്നെ ശാരീരിക ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാത്ത സ്ത്രീകൾ.
കല്യാണം കഴിച്ചിട്ടില്ല, വിവാഹമല്ല എന്ന് പറഞ്ഞിട്ട് അത് തെളിയിക്കാൻ വേണ്ടി പിന്നെ കഷ്ടപ്പെട്ട് ആകെ ഏകദേശം 1 മണിക്കൂറോളം ഈ കിതാബ് ഇത് വായിച്ചിട്ട് പോവാൻ. എന്നിട്ട് അതിലുള്ള ഹെഡിങ് നോക്കുക, കല്യാണം കൺസ്യൂമേറ്റ് ചെയ്തില്ല, കല്യാണം കഴിച്ചു പക്ഷെ കൺസ്യൂമേറ്റ് ചെയ്തില്ല. അപ്പൊ പിന്നെ ആകെ ഒരു ആർഗ്യുമെന്റ് എന്താ ചോദിച്ചാൽ, ഇതിൽ പല പേരുകൾ, അത് ശരി തന്നെയാണ്. അപ്പൊ പിന്നെ ഈ ചരിത്രത്തിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ അസ്മ ബിൻതുൽ ഉമാൻ, പിന്നെ അബി ജൗൻ അല്ലെങ്കിൽ ബിന്ത് ജൗൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അസ്മ എന്നും അതുപോലെ തന്നെ ഉമൈമ എന്നും പേരുണ്ട്. അതാണ് ആകെ ഇതിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ കൊണ്ടുവന്നിട്ട് അതായിരിക്കും. അസ്മ എന്നും ഉമൈമ എന്നും പേരുണ്ട്, ശരിയാണ്. അസ്മ എന്നറിയപ്പെടുന്നുണ്ട്, ഉമൈമ എന്ന് പറയും. 2 പേരിലും ഈ സംഭവത്തിലുള്ള സ്ത്രീയുടെ പേര്. അപ്പൊ അതാണ് നിങ്ങളുടെ വലിയ ആർഗ്യുമെന്റ്. ഇത്രയൊക്കെ കൊണ്ടുവന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെ കൊണ്ടുവന്നിട്ട് അവസാനം എത്തിയത് എന്താ, ആ സ്ത്രീക്ക് അസ്മ എന്നും അതുപോലെ തന്നെ ഉമൈമ എന്നും പേര് അറിയപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു വാദത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ? അത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ അത് പറഞ്ഞു തരുമായിരുന്നല്ലോ, എന്താണ് ആ സംഭവം എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞു തരുമായിരുന്നല്ലോ. അപ്പൊ ഏതായാലും കല്യാണം കഴിഞ്ഞു എന്ന് ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ കളവ്, അത് നമ്മൾ എങ്ങനെയാണ് അവർ കോട്ടിമാട്ടിയത് എന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കി തന്നില്ലേ? വ്യക്തമാക്കി തന്നു. അത് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് എന്ന് വാദം എനിക്കുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഹദീസിലുണ്ട്. ഹദീസിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. മദ്രസയിലെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ 1-ാം ക്ലാസ്സോ 2-ാം ക്ലാസ്സോ മാത്രം മദ്രസയിൽ മാത്രം പോയിട്ടുള്ള വിശ്വാസികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാവുന്ന ഭാഷയിൽ ലളിതമായിട്ട് പറഞ്ഞു തരാണ്. അപ്പൊ തോട്ടത്തിൽ എന്താ നടന്നത്? ഒറ്റൊരു തോട്ടമുള്ളൂ, ഒരു പെൺകുട്ടിയുള്ളൂ, ഒരു അഭയം തേടലേ ഉള്ളൂ. മുഹമ്മദ് നബിക്ക് ആകെ റങ്ക് തോന്നിയത് ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ മാത്രമുള്ളൂ. ഈ കല്യാണം പിതാവിന്റെ താല്പര്യത്തിലായിരുന്നോ, മുഹമ്മദിന്റെ താല്പര്യത്തിലായിരുന്നോ? ഇതൊക്കെ നമുക്ക് അറിയണ്ടേ. ഇവർ കല്യാണം എന്ന് പറയുന്ന സാധനം, പിന്നീട് ഇവർ പറയുന്ന കല്യാണം എന്ന് പറയുന്ന ആ സാധനം ഹദീസിലുണ്ടെന്നല്ലേ? ഹദീസിലുണ്ട് അത് കല്യാണമല്ല എന്നതിന് തെളിവ് തന്റെ ഇടമുള്ളവർക്ക് കടന്നു വരാം. നിങ്ങൾ ഇപ്പോഴും ഹുസൈൻ സലഫി പറയുന്നതും MM അക്ബർ പണ്ട് പറഞ്ഞതും സാക്കിർ നായിക്കിന്റെ പഴയ വീഡിയോയും തപ്പി നടക്കണം. കിതാബ് എടുത്ത് വായിച്ചു നോക്കണം അബ്ദുള്ള ബാസിലെ, സീറ മറിച്ച് നോക്കണം ബാസിലെ, കയ്യിൽ നിന്ന് പോകും സംഗതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തിരി വൈകിയാലും മുഹമ്മദ് നബിയുടെ കുറച്ച് കൊണവധികാരങ്ങൾ പറഞ്ഞിട്ടേ പോകും. മുഹമ്മദ് നബി ഒരു സ്ത്രീലമ്പടനായിരുന്നു എന്ന് തെളിയിക്കാവുന്ന പല വസ്തുതകളും ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് ഒരു സ്ത്രീലമ്പടനായിരുന്നു ഞാൻ പറയുമോ? ഞാൻ പറയില്ല. കിതാബിലില്ലേ? ഉണ്ട്. നമുക്കത് വായിച്ചെടുക്കാൻ പറ്റില്ലേ? പറ്റും. എനിക്കങ്ങനെ വാദമുണ്ടോ? ഇല്ല. ഞാൻ പറയും. അതെന്തുകൊണ്ടാണ്? അതെന്റെ മാന്യത, അതെന്റെ അന്തസ്. 6-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ, ആ ഗോത്രത്തിൽ അന്ന് ജീവിച്ചു പോയ ഒരു മനുഷ്യന്റെ പിന്നെ ഫ്രസ്ട്രേഷനും അദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയാ ഫാന്റസിയും അദ്ദേഹത്തിന്റെ ജീവിതാവസ്ഥകളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലക്ക് അദ്ദേഹത്തെ അങ്ങനെ മോശം വാക്ക് പറഞ്ഞ് പ്രയോഗിക്കണമെന്ന് താല്പര്യമില്ലാത്തതുകൊണ്ട്, കഥ അറിയാത്തതുകൊണ്ടാണ്, കിതാബ് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. എന്താ സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിലേക്ക് പോയി. ആ തോട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ റസൂൽ സമീപിക്കുന്നു. അപ്പോൾ സമീപിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്ന ഔദുബിക, ഞാൻ നിന്നോട് അള്ളാഹുവിൽ ശരണം തേടുന്നു. അപ്പോൾ റസൂൽ എന്താണ് കുറച്ച് സമ്മാനമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സെറ്റിൽ ആക്കിയിട്ട് റസൂൽ മുങ്ങാണ്. ഒന്ന് ആലോചിക്കുക, ഈ ഒരു കഥ കേൾക്കുമ്പോൾ വേണമെങ്കിൽ ഹദീസുകൾ വേണമെങ്കിൽ ഉദ്ധരിക്കാൻ പറ്റും. ബുഖാരി 532 പറഞ്ഞിട്ട് ഇങ്ങനെ പറയാനും പറ്റും. ഇത് കേൾക്കുമ്പോൾ കൃത്യമായിക്കൊണ്ട് തന്നെ ഒരു റെഫറൻസ് ഉദ്ധരിച്ചുകൊണ്ടുള്ള വിമർശനമാണ്. എന്തിനാണ് പിന്നെ ബാസിലെ എങ്ങനെ ഹദീസ് തെറ്റിച്ച് പറയുന്ന ആൾക്കാരെ പറ്റിക്കണേ? 532 ബുഖാരി 532 വിശ്വാസികൾ നിങ്ങൾ എഴുതി വെച്ചോളി. 52 55 5255 sunna.com പോയി സെർച്ച് ചെയ്തോളി. 5255 ഈ ഹദീസ് കാണാം. അപ്പൊ ഇതൊക്കെ ഇങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക എന്നൊക്കെ ചോദിച്ചാൽ എന്താ, ഇതൊന്നും ഇല്ലാത്തതാണോ? ഇത് ഹദീസിലില്ലേ? എടുത്ത് വായിച്ചു നോക്ക്. 532 ഒന്നല്ല, വെറുതെ വിശ്വാസികളെ കബളിപ്പിക്കല്ലേ. കുട്ടികൾ പോയിട്ട് തെരഞ്ഞു നോക്കും. ബാസിൽ ഉസ്താദ് പറഞ്ഞത് 532, ആ സഹീഹ് ബുഖാരി 532. ഇല്ലല്ലോ. എന്തിനാണ് ബാസിൽ വെറുതെ? 5255 ഹദീസ്. അതില് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളെ വിമർശിക്കുന്നു, മതവിമർശകർ പറയുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചില പോയിന്റുകൾ ഇങ്ങനെ എണ്ണി പോകാതെ. അദ്ദേഹം പറഞ്ഞു തോട്ടയിലില്ലേ? എന്താണ് സ്ത്രീ? അതിലില്ലേ? ഉണ്ട്. സമീപിച്ചു. ശരണം പ്രാപിച്ചോ? ശരണം തേടിയോ? ശരണം തേടി. സമ്മാനം കൊടുത്തോ? സമ്മാനം കൊടുത്തു. മടക്കി അയച്ചോ? മടക്കി അയച്ചു. അത് ഹദീസിലുണ്ട്. അത് ഞങ്ങൾ പറയും. ആ ഹദീസിൽ കല്യാണം കഴിയുന്നുണ്ടോ? ഇല്ല. ഭാര്യയാണെന്നുണ്ടോ? ഇല്ല. ബാക്കി പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിലുള്ളതല്ലേ? ഉള്ളതാണ്. ഹദീസിലുള്ളതല്ലേ? ഉണ്ട്. അപ്പൊ ഇത് എഴുതി വെക്കുന്നവൻ പുകയടിച്ചിരുന്ന് എഴുതിയതാ ഈ ഹദീസ്. ഈ ഹദീസ് വായിച്ചാൽ ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാകും എന്ന് സാമാന്യ ബോധമില്ലാത്ത ആളാണോ ഹദീസ് എഴുതിയത്? പിന്നെ കല്യാണം കഴിച്ചു എന്നാ? ആരുടെ കല്യാണം കഴിഞ്ഞു? എവിടെ കല്യാണം കഴിഞ്ഞു? നമുക്ക് കേൾക്കാം. ഇത് വിവാഹം കഴിച്ച ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഗോത്രത്തലവനുമായിട്ടുള്ള ഒരു ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ഗോത്രത്തലവന്റെ മകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. ഒറ്റ ചോദ്യം, ഈ ഗോത്രത്തലവനെയും
ഈ പെൺകുട്ടിയുടെ വാപ്പാനെയും ഇത്ര കൃത്യമായിട്ട് അബ്ദുള്ള അബ്ബാസിന്റെ എവിടെ നിന്ന് കിട്ടി? ഈ പിതാവ് തന്റെ പുത്രിയെ മുഹമ്മദിന് നിക്കാഹ് ചെയ്തു കൊടുത്തു എന്ന് ഈ ഹദീസിലുണ്ടോ? ഇല്ല. വേറെ ഹദീസിലുണ്ടോ? ഇല്ല. ഞാൻ വെല്ലുവിളിക്കുന്നു അബ്ദുള്ള അബ്ബാസിനെ, ഈ സംഭവം വിവരിക്കുന്ന ഏത് ഹദീസിലാണ് വിവാഹം ചെയ്തു കൊടുത്തു, പിതാവ് വിവാഹം ചെയ്തു കൊടുത്തു എന്നുള്ളത്? കൊണ്ടുവാ. 52-ലുണ്ടോ? സോറി 54-ലുണ്ടോ? 55-ലുണ്ടോ? 56-ലുണ്ടോ? ഒക്കെ കാണിക്കൂ. ഇവിടെ പിതാവ് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഈ പെൺകുട്ടിയുടെ പേരെന്താ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ പേരെന്താ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? എന്ത് ആധികാരിക രേഖ, എന്ത് സനത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ തള്ളിമറിച്ചത്? ഇനി ഓരോരോ നുണകൾ നിങ്ങൾ കേട്ടോ, ബാക്കി കൂടി കേട്ടോ. വിവാഹം ചെയ്ത സ്വന്തം ഭാര്യയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഏതോ പെണ്ണിനെ തോട്ടത്തിൽ അല്ല, സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുണ്ട്. സ്വന്തം ഭാര്യ. പക്ഷെ ആ പെണ്ണിന് അത് ഏതോ ഒരുത്തനാണ്, ഏതോ അങ്ങാടി പയ്യനാണ്, ഏതോ ചന്തപ്പയ്യനാണ്. എന്താ ഇത് മനസ്സിലാക്കേണ്ടത്? മുഹമ്മദ് നബിക്ക് ഏതോ ഒരു സ്ത്രീ അല്ല, ഉറപ്പായിട്ടും അറിയാം. കാരണം ഈ സ്ത്രീയുടെ സൗന്ദര്യം മുഹമ്മദിന്റെ അടുക്കൽ വർണ്ണിക്കപ്പെടുകയും അതിന് പ്രതിഫലം നിശ്ചയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എവിടുന്ന് കിട്ടി? നിങ്ങൾക്ക് കല്യാണം എവിടുന്ന് കിട്ടി? വാപ്പാനെ എവിടുന്ന് കിട്ടി? അവിടുന്ന് കിട്ടും. സൗന്ദര്യം പറഞ്ഞിട്ടല്ലേ മുഹമ്മദിനെ വീഴ്ത്തിയത്? എന്നിട്ടല്ലേ 12.5 ഊക്കിയ വെള്ളി നിശ്ചയിച്ചത്? വാപ്പ നിക്കാഹ് ചെയ്ത് കൊടുത്തോ? എവിടെയുള്ളത്? അതിലുണ്ടോ വാപ്പ നിക്കാഹ് ചെയ്ത് കൊടുത്തു? ഉണ്ടോ നിക്കാഹ് ഉണ്ടോന്ന് നിങ്ങൾ പറയും. ഹദീസിൽ എവിടെ? ഏത് ഹദീസ്? വായിച്ച അർത്ഥം വെക്കന്റെ ബാസിലെ വെറുതെ വളവള പറയാ. അപ്പൊ പെൺകുട്ടിക്ക് അല്ലെ മുഹമ്മദിന് ഈ പെൺകുട്ടി ഏതോ ഒരുത്തിയല്ല. കാരണം ഈ പെൺകുട്ടിയെ ലക്ഷ്യമാക്കി തന്നെ തോട്ടത്തിലോട്ട് കൂട്ടാളികളെയും കൂട്ടി വന്നതാണ്. ഈ പെൺകുട്ടി അവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന ഉറപ്പിൽ അവിടെ വന്നതാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി ഒരുങ്ങി തന്നെയാണ് ചെന്നത്. പല ആൾക്കാരും ചോദിക്കും, അറിയാത്തൊരു പെൺകുട്ടിയുടെ മുന്നിൽ ചെന്നിട്ട് നേരെ ചെന്നിട്ട് പിന്നെ ശരീരം തരുമെന്നാ പറയാതെ, പിന്നെ മുഹമ്മദ് നബി എന്താ പറയാ? അല്ല, അത് നിങ്ങൾ പറയണല്ലോ. അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ പിന്നെ എന്താ പറയാ? എവിടെ സമയം? അപ്പുറത്ത് 9, 10, 11 ഭാര്യമാര് നിരക്കനെ വീട്ടിലിരിക്കുക, അതിന്റെ ഇടയിൽ നിന്ന് ഗ്യാപ്പ് ഉണ്ടാക്കി വരിക. അതിന്റെ ഇടയിൽ പിന്നെ എന്ത് കഥ പറയുന്നു നിങ്ങൾ പറയുന്നത്? അതും വേറെ ഏതോ തോട്ടത്തില് അനുചരന്മാര് പുറത്ത് കാവല്. അവിടെ കയറിയിട്ട് നിങ്ങൾ ഫോർമാലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുക. ഞാൻ ചെയ്യാൻ പാടില്ല. 12.5 ഊക്കിയ വെള്ളിയാണ്. ഇതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയും, ഇതെന്റെ ശൈലിയല്ല. ഇതറിയാത്തത് കൊണ്ടല്ല എൻ്റെ ശൈലി. മറ്റ് നിങ്ങൾ കേൾക്കുന്ന ഏറ്റവും സൗമ്യമായിട്ടുള്ള ശബ്ദം ശൈലിയും എനിക്കത് മാത്രം വശമുള്ളൂ എന്നുള്ളത് കൊണ്ടല്ല, അത് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. അത് മതി എന്നുള്ളത് കൊണ്ടാണ്, അതാണ് ശരി എന്നുള്ളത് കൊണ്ടാണ്, ഇതിലേക്ക് എന്നെ വലിച്ചഴച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ വെട്ടിക്കൊണ്ട തന്ന വടിയാണ്. ചന്തിക്ക് 2 എണ്ണം തരാതെ എങ്ങനെയാ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവുക? നിങ്ങളെ സമാധാനത്തിന് വേണ്ടി മാത്രമാണ്. മനസ്സിലായോ? അപ്പൊ എവിടുന്നാ വാപ്പ? എവിടുന്നാ നിക്കാഹ്? ഏത് ഹദീസ് നിന്ന് ഉരുട്ടിയെടുത്തു? അബ്ദുള്ള അബ്ബാസിലെ തെളിവ് വെക്ക്. അവിടെ ഗോത്രത്തലവന്റെ ഇഷ്ടമായിരുന്നു റസൂലിനോട് എങ്ങനെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കണം, വൈവാഹിക ബന്ധം മകൾക്ക് ഉണ്ടാക്കണം എന്ന രൂപത്തിൽ. സ്ത്രീ പ്രവാചകനാണെന്ന് അറിഞ്ഞിട്ടില്ല. ഇല്ല. അപ്പോൾ മാത്രമല്ല, ആ വിവാഹത്തിന് മുമ്പ് റസൂലിനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ആ സ്ത്രീക്ക് ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട്, മൊത്തത്തിൽ വിശദീകരിക്കാൻ തന്നെ പ്രയാസമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പ്രവാചകനാണെന്ന് അറിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ സ്ത്രീക്ക്, അതായത് മകൾക്ക് വിവാഹത്തിന് അത്ര താല്പര്യമില്ലായിരുന്നു. അങ്ങനെ താല്പര്യമില്ലാതെ വിവാഹം ചെയ്ത ആ വ്യക്തി, അതായത് റസൂൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ അനിഷ്ടം പ്രകടിപ്പിക്കുന്നു. മൊത്തം നുണയാണ്. കല്യാണം കഴിഞ്ഞു എന്ന് ഉരുട്ടാൻ പോകേണ്ട പിന്നെ ഇബ്നു സഅദിന്റെ പുസ്തകത്തിലേക്ക് പോയാൽ അവിടുന്നാണ് ഇപ്പൊ കച്ചവടം ഉറപ്പിക്കുന്ന കഥ കിട്ടുക. ആകെ വാപ്പാന്റെ പേര് അവ്യക്തമെങ്കിലും ഒരു വാപ്പ, അവ്യക്തമെങ്കിലും 12.5 ഊക്കിയ, അവ്യക്തമെങ്കിലും കല്യാണമോ മുത്തഴയോ എന്നുറപ്പില്ലാത്തൊരു സാധനം. അത് ഉരുട്ടിയെടുക്കാനോ ചുരണ്ടിയെടുക്കാനോ പറ്റുന്നത് ഇബ്നു സഅദിന്റെ പുസ്തകത്തിലാണ്. ഇബ്നു സഅദിന്റെ പുസ്തകത്തിലേക്ക് പോയാൽ അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞത് മുഴുവൻ കളവാണ്. എന്തൊക്കെ പറഞ്ഞത്? ഗോത്രത്തലവന്റെ താല്പര്യം അല്ല. ഈ പെൺകുട്ടിയുടെ പിതാവ് എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തി വന്നിട്ട് മുഹമ്മദിനോട് ചോദിക്കുകയാണ്. വിശ്വാസികൾ ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ മുത്തുനബിന്റെ കാര്യം പറഞ്ഞത് എന്താ പറഞ്ഞത്? ഈ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ ഒരു വിധവയെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് തരട്ടേന്ന്. കല്യാണം കഴിച്ചത് ഉരുട്ടിയെടുക്കാൻ പോകുന്ന ഇബ്നു സഅദിന്റെ കഥ പറയാൻ കേട്ടോ. നീ ഇത് അടർത്തിയെടുത്തോണ്ട് കണ്ടോ ലിയാഖത്ത് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വരണ്ട. കാരണം അപ്പുറത്ത് നിങ്ങൾക്ക് ഏറ്റിയാ പൊങ്ങാത്ത തെളിവ് വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നതിനുണ്ട്. അത് നിങ്ങൾക്ക് അവസാനം തരും. മനസ്സിലായി? മൊരിഞ്ഞപ്പം ലാസ്റ്റ് തരും. ഇപ്പോൾ ഞാൻ ഉദ്ധരിച്ച വിമർശനം എടുത്ത് നോക്കുക. അതിൽ sunna.com പോയാൽ ഒരു പക്ഷേ ഇതിൽ റസൂൽ അവരെ സമീപിക്കുന്നു, ഔദുബിക്ക എന്ന് പറയുന്നു. അതേ കാറ്റഗറി തന്നെ അതിന്റെ നെക്സ്റ്റ് കാണും. പക്ഷേ ആളുകൾക്ക് ഒരു പക്ഷേ അവർ എന്ത് നോക്കുള്ളൂ? റഫറൻസ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് പരിശോധിക്കണം എന്ന് തോന്നുന്ന ആള് മാക്സിമം ചെയ്യാൻ sunna.com പോയി ആ ഹദീസ് നമ്പർ അയച്ചു കൊടുക്കാം. ചിലപ്പം അതേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ ഈ സംഭവം ഈ മറ്റുള്ളത് വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, വിവാഹത്തിന് ഈ സ്ത്രീക്ക് താല്പര്യമില്ലാതിരുന്നു, റസൂൽ അത് മനസ്സിലാക്കിയപ്പോൾ റസൂൽ വിട്ട്, ആ കാര്യങ്ങളെല്ലാം അടങ്ങുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പൂർണ്ണമായ ചിത്രം കിട്ടുള്ളൂ. ആ ചിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ഹദീസിന്റെ ഒരു ഭാഗത്ത് ഉണ്ടാവുക. അപ്പൊ അത് ശരിക്കും ഒരു വിഷയമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹദീസുകൾ മനസ്സിലാക്കും.
ജമ്മ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുക എന്നതുകൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഹദീസുകളിലൂടെ വരുന്ന ഈ വിമർശനങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിന് പറഞ്ഞതുപോലെ ഒരു കണ്ടക്സ്റ്റ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സീറയെ കുറിച്ചുള്ള ഒരു ധാരണ ഇതൊക്കെ അത്യാവശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ അത്യാവശ്യമാണെന്ന് ബാസിൽ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അത് ബാസിലിന്റെ കയ്യിലുണ്ടോ വെച്ചാൽ ഇല്ല. വകതിരിവ് വട്ടപൂജ്യം. അപ്പൊ അബ്ദുള്ള ബാസിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഹദീസിലാണ് നോക്കിയാൽ പോരെ എന്ന് മറ്റേ ആൾ ചോദിക്കുമ്പോൾ പറയണം, അല്ല അതിലൊരു പ്രശ്നമുണ്ട്, ആരെങ്കിലും പോയി ഹദീസ് വായിച്ച സംഗതി കയ്യിൽ നിന്ന് പോകും. അപ്പൊ എന്താ ഹദീസ് മാത്രം അങ്ങനെ പോയി വായിച്ചാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് പലതും പല സ്ഥലത്താണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ നിങ്ങളോട് പറയാം, ഇത് കേൾക്കുന്ന എല്ലാ വിശ്വാസികളോട് പറയാം, അവിശ്വാസികൾക്ക് പരിശോധിക്കാം. ഇവർ പറയുന്ന 3 ഹദീസുകൾ ഒരുമിച്ച് വെച്ച് വായിച്ച് ഇത് ഒരേ സംഭവത്തെക്കുറിച്ചാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയോ അതിനെ ജംഅ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ എന്തായാലും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിക്കേണ്ടി വരും. കിളി പോകും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിനൊന്നും ആരും മെനക്കെടൂല. പിന്നെ ഒരു വിമർശകൻ ഉന്നയിക്കുന്ന ഹദീസ് 5255, അതാരെങ്കിലും sunna.com പോയാലുണ്ടോ? അതൊക്കെ അവിടെ ഉണ്ട്. ഈ വിമർശകർ വെറുതെ പറയുന്നു എന്ന് പറഞ്ഞ സാധനം മൊത്തം ഹദീസിലുണ്ട്. അപ്പൊ ഈ ഹദീസ് എഴുതുന്നവർക്ക്, ക്രോഡീകരിക്കുന്നവർക്ക്, അത് വിശദീകരിക്കുന്നവർക്കൊന്നും ഇതിന്റെ കുട്ടൻസ് മനസ്സിലായിട്ടില്ലേ? ഇതിങ്ങനെയാ വായിക്കുക, അത് വായിച്ച് എങ്ങനെ അർത്ഥം കിട്ടാന്ന് അറിയില്ലേ? അതോ ഈ 3 സംഭവങ്ങൾ, ഈ 3 ഹദീസുകളെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ക്രോഡീകരിച്ച് എല്ലാം സെറ്റാക്കി നല്ല പദത്തിൽ നമുക്ക് തന്ന ആ സാധനം വായിക്കുമ്പോൾ നമുക്ക് കിളി പോകുന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഖലഖ സമാവാതി വല്ലറുള്ളായി കിടക്കുന്ന സാധനത്തിൽ നിന്ന് പെറുക്കിയെടുത്ത് പരിശോധിച്ച് ചേർത്ത് വെച്ച ബുഖാരിക്ക് എത്ര കിളി പോയിട്ടുണ്ടാവും ആലോചിച്ചോക്ക്. അപ്പൊ അതുകൊണ്ട് ഹദീസിന്റെ കാര്യമൊക്കെ കഷ്ടമാണ്. അപ്പം ബാസിൽ പറഞ്ഞ പോലെ ചെയ്യാം, അതല്ല അതിൻ്റെ ഒരു ശരി. ഉസ്താദ്മാർ പറയണമോ അനുസരിക്കണം. എന്തൊക്കെ ചെയ്യണം? നമ്മൾ ഹദീസുകൾ എല്ലാം പരിശോധിക്കുമ്പോൾ നമ്മൾ എല്ലാ ഹദീസും പരിശോധിക്കാം. ഒരു ഹദീസ് പറഞ്ഞ് അതിന് ഇങ്ങനെ കിടന്ന് തൂങ്ങണ്ട, എല്ലാ ഹദീസും പരിശോധിക്കാം. അത് നമുക്കൊന്ന് ജംഅ് ചെയ്ത് നോക്കാം, സീറയിൽ പരിശോധിക്കാം. ഇങ്ങനെ മൊത്തത്തിൽ പരിശോധിച്ചാൽ എന്താ ചെയ്യാ? പണ്ട് ഒരു സിനിമയിലില്ലേ, പാണ്ടിപ്പട എന്ന് പറഞ്ഞ സിനിമ പേര് തെറ്റൂല, കൊച്ചിൻ ഹനീഫ എന്ന് പറയുന്ന കഥാപാത്രം, ആ ഒരു നടൻ അനുഭവിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ട്. അയാൾ പറയുന്നുണ്ട്, നമ്മൾ ചെവിയിൽ കുറച്ച് വെള്ളം പോയാൽ എന്താ ചെയ്യുക? കുറച്ചുകൂടി വെള്ളം ഒഴിക്കും. അപ്പം എന്ത് സംഭവിക്കും? മൊത്തം പോവും. അതേപോലെയാണ് ഹദീസ് എല്ലാം എടുത്ത് അതൊക്കെ ഒന്ന് ജംഅ് ചെയ്ത് നോക്കി അത് മൊത്തത്തിലൊന്നങ്ങ് പരിശോധിക്കാൻ ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ എന്ത് സംഭവിക്കും? അയാളുടെ കിളി പറന്നു പോകും, വേറൊന്നും സംഭവിക്കില്ല. അപ്പം എന്തായാലും കിളി പറന്നു പോകുമെന്ന് പേടിയുള്ളവർ വരണ്ട, അല്ലാത്തവർക്ക് നമുക്ക് ഇന്ന് ആ ഹദീസൊക്കെ ഒന്ന് പരിശോധിക്കണം. അതിൻ്റെ മുമ്പ് നമുക്ക് മറ്റേ ചങ്ങായി പറഞ്ഞ പോലെ സീറയിലേക്ക് പോവാം. ഈ തബക്കാത്തുൽ കബീറിൽ പറയുന്നത് മുഹമ്മദ് നബി കല്യാണം കഴിച്ചു, പക്ഷെ കൺസ്യൂമേറ്റ് ചെയ്തില്ല. കല്യാണം കഴിച്ചു, പക്ഷെ കാര്യപരിപാടിയിലേക്ക് കടക്കാതെ പിന്തിരിഞ്ഞു പോയ തരം കല്യാണങ്ങളുടെ ലിസ്റ്റ് വിശദീകരിക്കുകയാണ് തബക്കാത്തുൽ കബീറിലെ ഈ പേജിലൂടെ. ഇനി നിങ്ങൾ നോക്കിക്കോ, അസ്മാ ബിൻത് നുഅ്മാൻ ബിൻ അബി അൽ ജൗൻ. നിങ്ങളോട് പറയാ, നേരത്തെ പറഞ്ഞ അബ്ദുള്ള ബാസിൽ പറഞ്ഞില്ലേ, ആ തോട്ടത്തിലേക്ക് കൊണ്ടുവന്ന ആള് അത് കല്യാണം കഴിച്ച് സ്വന്തം ഭാര്യ വാപ്പാന്റെ ഒരു പ്രത്യേക താല്പര്യം അനുസരിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ കഥ ഉരുട്ടിയെടുക്കുന്ന പേജാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഏറ്റവും വലത്തെ ഭാഗത്ത് കാണുന്നത്. അത് വായിച്ചിട്ട് നിങ്ങൾക്ക് വാപ്പാന്റെ പ്രത്യേക താല്പര്യാർത്ഥം കല്യാണം നടന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ഇനി പറയേണ്ടത്. എന്താണ് സംഭവം? ഇതാണ് ഇവർ പറയുന്ന കല്യാണത്തിന്റെ തെളിവെങ്കിൽ ഇവിടെയുള്ള കുറച്ചധികം അപകടങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, വിധവയായ ഒരു സ്ത്രീയെ അവളുടെ സമ്മതം പോലും ആരായാതെ അവളുടെ സൗന്ദര്യം പരാമർശിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ ഒന്നും നോക്കാതെ 12.5 ഊക്കിയ വെള്ളിക്ക് കച്ചവടം ഉറപ്പിച്ചു മുഹമ്മദ് നബി. സ്ത്രീ ശരീരത്തെ വില പറഞ്ഞു വാങ്ങി മുഹമ്മദ് നബി ഒരു ചന്തയിൽ വെച്ച്. വന്നത് പിതാവോ മറ്റാരെങ്കിലുമോ ഏജന്റോ ആയിക്കൊള്ളട്ടെ, വന്ന് പറഞ്ഞു സുന്ദരിയായ വിധവ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും 12.5 ഊക്കിയ വെള്ളി എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം എഴുന്നേറ്റ് നിന്നു. ഈ സ്ത്രീയെ 12.5 ഊക്കിയ വെള്ളിക്ക് മുഹമ്മദിന് കാഴ്ചവെക്കാനോ സമർപ്പിക്കാനോ ആണ് ഈ ചങ്ങാതി വന്നതെങ്കിൽ അത് പിതാവാവട്ടെ ആരാവട്ടെ ആണെങ്കിൽ അവർ പറഞ്ഞ നുണയായിരിക്കില്ലേ അവൾക്ക് മുഹമ്മദിനോട് പ്രത്യേക താല്പര്യം ഉണ്ടെന്ന്? ആയിരിക്കും. കാരണം മുഹമ്മദ് അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞതെന്താ? ഇത് വിവാഹമാണ് എന്ന് സമ്മതിച്ചാൽ ഇത് മുത്തഅയാണ് എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. കാരണം മുത്തഅ കല്യാണത്തിന് ആ കാലഘട്ടത്തിൽ വാപ്പമാര് പറഞ്ഞുറപ്പിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് കൈകാര്യം ചെയ്യാനുള്ള ഏർപ്പാടുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് വേണ്ടി വാപ്പമാര് വില പറയുന്ന കാര്യം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പലതരം കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. അതിലത്തെ ഒരു തരം കല്യാണമായിട്ട് വാപ്പ വന്ന് മകളെ ഒരാൾക്ക് തരാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ അയാൾ 12.5 ഊക്കിയ വെള്ളി തരാം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 12.5 ഊക്കിയ വെള്ളിക്ക് ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാ. പെൺകുട്ടി വേറെ എവിടെയോ ഇരിക്കുക. ഇതാണോ നിങ്ങൾ കല്യാണം കഴിച്ച് മാതൃക കാണിച്ചു തന്ന മുത്തുനബീന്റെ കല്യാണ മാതൃക? ഈ കല്യാണം കഴിച്ചു എന്നാണോ നിങ്ങൾ മറ്റേ ഹദീസിൽ കൊണ്ടുപോയിട്ട് അത് ഏതോ ഒരു സ്ത്രീയല്ല കല്യാണം കഴിച്ച സ്വന്തം ഭാര്യ എന്ന് പറയുന്നത്? ആണോ? ഈ ജാതി കല്യാണങ്ങളാണോ? ഇതാണോ നിങ്ങളെ കല്യാണം? ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ പൈസ കൊടുത്തത് പിന്നെയും ദാനം ചോദിക്കുന്നത് ഒന്ന് പ്രശ്നം. അപ്പൊ ഈ പെൺകുട്ടി എന്താ വിചാരിച്ചറിയോ? 12.5 ഊക്കിയ തിരിച്ചെടുക്കാനുള്ള പണിയാണ്. കാരണം മുഹമ്മദ് നബിക്ക് ആരെങ്കിലും സ്വന്തം ശരീരം ദാനം കൊടുത്താൽ പിന്നെ മഹറൊന്നും കൊടുക്കാതെ കാര്യം സാധിക്കാം എന്ന് ഖുർആൻ വചനമുണ്ട്.
അതുകൊണ്ട് പറഞ്ഞുറപ്പിച്ച 12.5 ഊക്കിയ വെള്ളിക്ക് പകരം ശരീരം ദാനം തരുമോ എന്നായിരിക്കാം ഒരു പക്ഷേ ഈ സ്ത്രീ വിചാരിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു രാജകുമാരി സ്വന്തം ശരീരം ഒരു ചന്ത പയ്യന് ദാനം കൊടുക്കുക, വെറുതെ കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക. ഒരു പക്ഷെ മുത്തയിൽ പറഞ്ഞുറപ്പിച്ച 12.5 ഊക്കിയ അതൊന്ന് തടി ഊരാനോ അത് തിരിച്ചു കിട്ടാനോ ഉള്ള സൂത്രമാണ് മുഹമ്മദ് നബി പ്രയോഗിച്ചത് എന്നൊരു പക്ഷേ ഈ പെൺകുട്ടി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം എന്ന് മാത്രമേ ഈ സംഭവം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഞാൻ നിങ്ങളോട് പറയണത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? ഇപ്പൊ ഈ 3 ഹദീസും ഈ പറയുന്ന ചരിത്രം എല്ലാം കൂടെ ചേർത്ത് വാരിക്കെട്ടി ഇതെല്ലാം ഒന്നാണ്. പേരുകൾ എഴുതിയപ്പം പിന്നെ പേരുകൾ ഇങ്ങനെ അങ്ങോട്ടും കൂടെ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ഒരാൾക്ക് ആമിന, ഒരാൾക്ക് ഫാത്തിമ, ഒരാൾക്ക് സന, ഗിന, പല പേരാണ്. അപ്പോൾ പേരുകളൊക്കെ മാറിപ്പോയതാണ് എന്ന് നമ്മളൊരു വാദത്തിന് വേണ്ടി, ഇവരെ സമാധാനത്തിന് വേണ്ടി ഇതൊക്കെ ഒന്നാണെന്ന് നമ്മൾ സമ്മതിച്ചാൽ അവിടെ കൊണ്ട് പ്രശ്നം തീരില്ല. ഇത് മുഹമ്മദിന്റെ സ്ഥിരം പരിപാടിയായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞല്ല. ഇപ്പൊ നമ്മൾ വായിക്കുന്ന കിതാബിലേക്ക് നമ്മൾ ഇനിയും ആഴത്തിലോട്ട് പോയാൽ ഇത് മുഹമ്മദ് നബിയുടെ സ്ഥിരം പരിപാടിയായിരുന്നു എന്ന് കിട്ടും. ഒന്നാമത്തെ ഹദീസ് ഇവർ സാധാരണ പറയാറുള്ള ബുഖാരിയിലെ ഹദീസാണ്. സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ ഈ സംഭവം ഇബ്നു സഅദിന്റെ അവിടെ പോയിട്ട് 12.5 ഊക്കിയക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ് എന്ന് മറ്റേ ഹദീസുമെ കൊണ്ടുപോയി ഒട്ടിക്ക് വെക്കുന്ന സംഭവത്തിനോട് സമാനമായ ഒരു സംഭവം ഈ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഹദീസ് നിങ്ങൾ നോക്കാം. ഇതിനകത്ത് കല്യാണമോ കളവാണമോ മഹറോ നിക്കാഹോ കുന്തോ കുടച്ചക്രമോ വിരുന്നോ തക്കാരമോ ഒന്നുമില്ല. നേരത്തെ മറ്റേ പറഞ്ഞ പാലും തലയും ഇല്ലാത്ത 2 ഹദീസുകൾക്ക് പകരം സഹീഹുൽ ബുഖാരി വിശദമായിട്ട് എഴുതിയ 56-37 ഹദീസിൽ കല്യാണമില്ല, കളവാണമില്ല, പെണ്ണിന്റെ വാപ്പയില്ല, ആരുമില്ല. ആകെയുള്ളത് തോട്ടമാണ്. മുഹമ്മദ് സൗന്ദര്യത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടതാണ്, അവിടെ കൊണ്ടുവരപ്പെട്ടതാണ്, അവിടെ ചെന്നതാണ്, അവൾ റഫ്യൂജ് ചോദിച്ചതാണ്, മുഹമ്മദ് റഫ്യൂജ് കൊടുത്തതാണ്. എന്നിട്ട് മുഹമ്മദ് അവിടുന്ന് തിരിച്ചുപോയി. അപ്പോൾ ആ സ്ത്രീയോട് കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, എന്താ ചോദിച്ചത്? ആരാണിപ്പാ വന്നിട്ട് പോയത്, നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ അവൾ പറഞ്ഞു ഇല്ല പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു അത് അള്ളാഹിന്റെ റസൂലായിരുന്നു, നിന്നെ കല്യാണം ആലോചിക്കാൻ വന്നതാണ്. പൊന്നാരക്കൂട്ടരെ, കല്യാണമില്ല, കല്യാണ ആലോചന മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇനി നിങ്ങൾക്ക് കാണിക്കുന്നത് വേറെ ഒരു ഹദീസാണ്. ഇത് സഹീഹ് മുസ്ലിമിൽ നിന്നാണ്. സഹീഹ് മുസ്ലിം 2007 ഇതേ സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല ഈ ഹദീസ് വന്ന് കിടക്കുന്നത് തലാഖിന്റെ ബാബിലുമല്ല, വെള്ളം കുടിക്കുന്ന ബാബിലാണ്. ജബ്ബാർ മാഷ് മാത്രമല്ല, മുഹമ്മദ് നബി അന്ന് വെള്ളം കുടിച്ച സംഭവമാണ് ഈ പറയുന്നത്. ഇതിലും ഈ പറയപ്പെടുന്നത് പ്രവാചകൻ ഒരു സ്ത്രീയെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടു, മുഹമ്മദ് നബി അവരെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു, അവൾ കൊണ്ടുവരപ്പെട്ടു, മുഹമ്മദ് നബി അവരുടെ അടുത്തേക്ക് ചെന്നു, അവരോട് സംസാരിക്കാനാഞ്ഞു, മുഹമ്മദിൽ നിന്ന് അവൾ രക്ഷ തേടി. അപ്പൊ മുഹമ്മദ് അതിൽ നിന്ന് പിന്മാറി. അത് കഴിഞ്ഞിട്ട് അവിടെ കൂടെ ഉണ്ടായിരുന്നവർ അവരോട് ചോദിച്ചു, ആരാണിപ്പോ വന്നിട്ട് പോയത്, നിനക്ക് മനസ്സിലായോ? അപ്പോ അവർ പറഞ്ഞു ഇല്ല, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അവർ പറഞ്ഞു മുഹമ്മദ് നബി വന്നതാണ്, എന്നെ കല്യാണം ആലോചിക്കാൻ വന്നതാണ്. എന്തായി? കല്യാണാലോചനയായി. ഇപ്പൊ നമ്മൾ ഹദീസുകൾ വിശദമായി നോക്കി, സീറകളിലൂടെ പോയി ജംഅ് ചെയ്ത് നോക്കി, അവസാനം നമ്മൾ മുത്തഫഖുൻ അലൈഹിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്കറിയോ കൂട്ടരെ, ഇസ്ലാമിക തെളിവ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണത്തിൽ വാലും തലയും ഇല്ലാതെ മുറിഞ്ഞു കിടക്കുന്ന അവിടെയുള്ള ചെറിയ ചെറിയ ഹദീസുകൾ എവിടെയുണ്ടെങ്കിലും സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും ഒരുപോലെ പരാമർശിക്കപ്പെട്ട, സഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസ് ഉണ്ടെങ്കിൽ അത് മുത്തഫഖുൻ അലൈഹി ആണെങ്കിൽ ആ മുത്തഫഖുൻ അലൈഹിയാണ് പ്രമാണം. അങ്ങനെയെങ്കിൽ ഈ വസ്തുത വിശദീകരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഈ വചനം കയ്യിലിരിക്കെ അല്ലെങ്കിൽ ഈ ഹദീസ് കയ്യിലിരിക്കെ ഏത് കല്യാണം നടന്നു എന്നാണ് നിങ്ങൾ തെളിവ് വെച്ച് പരാമർശിക്കുന്നത്? അങ്ങനെ നിങ്ങൾ തെളിവ് വെച്ച് ഏതെങ്കിലും ഒരു ഹദീസ് എടുത്തിട്ട് നിങ്ങൾ ഈ പറയപ്പെടുന്ന ഒരു കല്യാണം അവിടെ സൃഷ്ടിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, മുത്തഫഖുൻ അലൈഹി നമ്മൾ എന്ത് ചെയ്യും കൂട്ടരെ? ഇതാണ് ആദ്യത്തെ ഹദീസ്. ഈ ഹദീസിൽ 52, 54, 52, 55, 52, 56 ഉണ്ട്. ഈ 3 ഹദീസുകൾ വായിച്ചാൽ നിങ്ങൾക്ക് വാലും തലയും കിട്ടില്ല. ഇതിൽ പെണ്ണേതാ, ചെറുക്കനേതാ, വാപ്പയേതാ, മഹർ എന്താ, ഒരു സംഭവം കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിനോട് കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകുന്നത് ഇബ്നു സഅദിന്റെ പുസ്തകത്തിലേക്കാണ്. ഇബ്നു സഅദിന്റെ പുസ്തകം മൊത്തത്തിൽ പരിശോധിച്ചാൽ അത് കളിമേറെയാണ്, അത് സീനാകെ മാറും. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് സമാനതയുള്ള ഒരു ഹദീസ് നമുക്ക് മുത്തഫഖുൻ അലൈഹിൽ വീണ് കിട്ടിയിട്ടുണ്ട്. ആ മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസ് സഹീഹ് ബുഖാരിയിലെ 56-37, സഹീഹ് മുസ്ലിമിൽ 2007 ഉദ്ധരിക്കപ്പെട്ട ഈ ഹദീസ് ഒരേ രൂപത്തിൽ വിശദീകരിച്ചതാണ്, ഒരേ സംഭവം വിശദീകരിച്ചതാണ്, മുത്തഫഖുൻ അലൈഹിയാണ്. പൊട്ടും പൊടിയ ഹദീസ് ഇതിനു മുമ്പിൽ ഒന്നുമല്ലാത്തതാണ്, തെളിവായിട്ട് എടുക്കാൻ പറ്റാത്തതാണ്. മുത്തഫഖുൻ അലൈഹി കിട്ടിയാൽ ബാക്കിയെല്ലാം മറന്നേക്കൂ എന്നാണ് ഇസ്ലാമിന്റെ രീതി. അതാണ്. ഈ മുത്തഫഖുൻ അലൈഹി വെച്ചിട്ട് ഇതിനകത്ത് കല്യാണമില്ല, കളവാണമില്ല, മഹറില്ല, വാപ്പയില്ല, 12.5 ഊക്കിയ വെള്ളിയും ഇല്ല.
അപ്പൊ തോട്ടത്തിൽ നടന്നത് എന്താണ്? അത് പറയേണ്ടത് നിങ്ങളാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.